Hi guys, in this video ഞാൻ നിങ്ങളെ എൻ്റെ ബുക്ക് കളക്ഷൻ കാണിക്കുകയാണ്. ഇതൊരു 10-60 ബുക്സോളം വരും. കറക്റ്റായിട്ട് എണ്ണിയില്ല എത്ര വരും എന്ന്. അപ്പം ബുക്സ് വെറുതെ ഞാൻ പരിചയപ്പെടുത്താം. ഇതിൽ എൻ്റെ ഞാൻ വായിച്ചിട്ടുള്ള ഭാഗം ബുക്സും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അത് എൻ്റെ വീട്ടിലായിരിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളതൊന്ന് കാണിച്ചു തരാം. ലിറ്ററേച്ചർ ബുക്കാണ്, മലയാളം ലിറ്ററേച്ചർ കവിതകളാണ് കേട്ടോ. ഇത് എൻ്റെ തന്നെ ബുക്കാണ്. എൻ്റെ ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇനി ബാപ്പയുടെയും മോൻ്റെയും പ്രണയം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. ഞാൻ ഇതിൽ പൊട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ. ഇതൊരു ഫണ്ണി ഒരു ബുക്കാണ് കേട്ടോ. ഫൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഞാൻ ഒറ്റ തവണ വായിച്ചിട്ടുള്ളൂ. ഗൗതം റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചിട്ടുള്ള ഒരു ബുക്കാണിത് കേട്ടോ. ഇനി മാളം എന്ന് പറഞ്ഞിട്ട് KS രതീഷിൻ്റെ ഒരു ബുക്കാണ്. ഇത് ഞാൻ വായിച്ചത്, ഇത് ഏത് ജോണറാണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഇതിൻ്റെ ജോണറൊന്നും ഓർമ്മയില്ല, സോറി. അപ്പം എനിക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു. ഞാനുണ്ടായിരുന്ന ഒരിടം. ഇത് കവിതയാണ്. എൻ്റെ കയ്യിൽ കൂടുതലും കവിതാ പുസ്തകങ്ങളാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ശ്രീലയം എനിക്കിഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ പുസ്തകമാണ് കേട്ടോ. ഞാനുണ്ടായിരുന്ന ഇടം. ആൺകടൽ, ഇതൊരു രസമുള്ള ഒരു എഴുത്തുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ശ്രീലയം, ഞാൻ പറഞ്ഞില്ലേ, ശ്രീലയത്തിൻ്റെ ഒരു ആരാധികയാണ് ഞാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആൺകടൽ നല്ല രസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വായിച്ചു തീരും കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ ആരോടും പറയണ്ട. ഭൂമിക്കൊരു ചരമഗീത ONV കുറുപ്പിന്റെ ബുക്കാണ് കേട്ടോ. ആനന്ദിന്റെ കവിതകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു എഴുത്തുകാരനാണ്. ഇത് അമൃത കേളകത്തിന്റെ 2 ഇലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ. ഇതിലെ കവിതകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കവിതകളാണ് കേട്ടോ. കവിതകൾ ഇഷ്ടപ്പെടുന്നവര് ഉറപ്പായും നഷ്ടമില്ല കേട്ടോ ഇത്. ഇനി അടുത്തതായിട്ട് വേരിറക്കങ്ങൾ, ശ്രീലയത്തിന്റെ നല്ലൊരു കവിത ബുക്കാണ്. നിന്റെ പ്രണയ നദിയിലൂടെ. ഇത് നല്ലൊരു കവിതാ പുസ്തകമാണ് കേട്ടോ. ഉടലുരുകുന്നതിൻ്റെ മണം. ഞാൻ ആസ്വദിച്ച് വായിച്ചൊരു റാഷിദ നസ്രിയുടെ ഞാൻ ആസ്വദിച്ച് വായിച്ചൊരു പുസ്തകമാണ് കേട്ടോ. ഇത് മദനിക, ഡോക്ടർ ശ്രീദേവിയുടെ ഒരു കുഞ്ഞു പുസ്തകമാണ്. ഒരു ഫാൻറ്റസി വേർഡും എന്നാൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഡോക്ടർ ശ്രീദേവി എനിക്ക് നേരിട്ട് അയച്ചു തന്ന ഒരു ബുക്കാണിത്. രേഖ കെയുടെ നിന്നിൽ ചാരുന്ന നേരത്തെ ഒരു 1 ടൈം റീഡബിൾ ബുക്കാണ് കേട്ടോ. ഞാൻ രസമായിട്ട് വായിച്ചു തീർത്തൊരു ബുക്ക്. പെട്ടെന്ന് വായിച്ചു തീരും. ഇത് രസമുണ്ട് കേട്ടോ. രതീഷ് KTയുടെ ഭ്രാന്തന്റെ ചെമ്പരത്തിക്കാട്. ഞാൻ എവിടെയോ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഇങ്ങനെ കണ്ടപ്പം എനിക്ക് മേടിക്കണമെന്ന് തോന്നി മേടിച്ചതാണ്. ഉമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് ഉമ്മക്കവിതകൾ. KJ വിനോദിൻ്റെയാണ്. രസമുണ്ട് കേട്ടോ. ഒരു സിംഗിൾ തീമിൽ കവിതകൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഒരു തീമിൽ ഇത്രമാത്രം കവിതകൾ എങ്ങനെ വരും എന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടി മേടിച്ച ഒരു ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ ഞാൻ എന്ത് കവിത കിട്ടിയാലും ഞാൻ അത് എൻജോയ് ചെയ്ത് വായിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. ഈ 2025 എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഇംഗ്ലീഷ് കവിതാ പുസ്തകമാണ്. എനിക്കിഷ്ടമായി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയിരുപ്പിൽ ഈ കവിതകളൊക്കെ വായിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്കെൻ്റെ ചെറിയമ്മ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു കവിതാ പുസ്തകം. ഇത് ഞാൻ കുറച്ചധികം തവണ വായിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ. ഇതിലെ വരികളൊക്കെ എനിക്ക് ഒത്തിരി ഒരു അമ്മയുടെ ഒരു ഹൃദയം കണ്ട എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു
പുസ്തകമാണ്. ഒരു അമ്മ മനസ്സ് ഇതിൽ പല കവിതയിലും കാണാൻ സാധിക്കും കേട്ടോ. എൻ്റെ ഈ കവിതാ പുസ്തകത്തിൽ മിക്കതും എൻ്റെ ഫ്രണ്ട് നിമ്യ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. പൂനെയിൽ അവർ വന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പുസ്തകമാണ് കവിതാ പുസ്തകം. പലരിൽ ചിലർക്കുണ്ടാകുന്ന പ്രേമപ്പച്ച സാഹിറ കുറ്റിപ്പുറത്തിൻ്റെ കവിതകളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മേടിച്ച പുസ്തകങ്ങളാണ്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, നിന്നോളം ഒരു നിഴലും എന്നെ അലട്ടിയിട്ടില്ല, നിന്നോളം ഒരു വസന്തവും എന്നിൽ വേറിട്ടിട്ടുമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ. അതിരുകൾക്കപ്പുറം ഈ കവിതകളൊന്നും എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. വീണ്ടും വായിച്ചു നോക്കാം കേട്ടോ. ഈ പറഞ്ഞ ഇതൊക്കെ വീണ്ടും പലതും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ട് കവിതകളൊക്കെ. അപ്പം വീണ്ടും വായിച്ചു നോക്കാം. PKN പണിക്കറുടെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ്റെ കവിതകൾ ഇംഗ്ലീഷിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഇതും PKN പണിക്കർ തന്നെ. ഇതും PKN പണിക്കർ, നമ്മുടെ ചെന്നൈയിലെ കവിസംഗമത്തിലെ അദ്ദേഹമാണ് കേട്ടോ ഈ PKN പണിക്കർ. സംഗമ കവിതകൾ 2024, 2026 സംഗമ കവിതകളിൽ എൻ്റെ കവിതയുമുണ്ടേ. ചെന്നൈ കവിസംഗമത്തിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇത് ലിറ്ററേച്ചർ ബുക്സ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ കവിതകൾ. ഇനി നമുക്ക് അടുത്തത് എൻ്റെ ഏറ്റവും പ്രധാന ഏരിയ ആണ്. ഇതൊക്കെ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്സാണ്. നമുക്കത് കണ്ടു നോക്കാം കേട്ടോ. ഇത് മൊത്തം ക്വസ്റ്റ്യൻസ് മാത്രമുള്ളൊരു ബുക്കാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ ഈ ഒരു ബുക്കൊന്ന് നിങ്ങൾ മേടിച്ച് നോക്കുക. ഇതിൽ മൊത്തം ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ച എല്ലാ വർഷവും നമുക്കിത് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കാണ് കേട്ടോ. വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചോദ്യങ്ങളിൽ ആഡ് ചെയ്യാൻ സ്ഥലമുണ്ട് കേട്ടോ. ഇത് ഞാൻ വായിച്ചില്ല, എനിക്ക് വായിക്കണം. പുതിയ ബുക്ക് മേടിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ കളർ ബാഗിൽ വെച്ചപ്പോൾ അതിൽ കളർ പറ്റി ഇതിൻ്റെ കുറച്ച് പ്രശ്നമായിട്ടുണ്ട്. ഓ മൈ ഗാഡ്, ഇത് മസ്റ്റ് ബൈ ആണ് കേട്ടോ. സാത്വിക് റെവല്യൂഷൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഒറ്റ ഇരിപ്പിൽ ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞു. സോ എൻ്റെ മകനും ഇത് ഏറെ ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ മസ്റ്റ് റെക്കമെൻഡ് ചെയ്യാണ്, സാത്വിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്ക്. നിങ്ങളെ തീർച്ചയായിട്ടും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെന്താണ്, ഇത് ഞാൻ മേടിച്ചതേ ഉള്ളൂ, എനിക്ക് വായിക്കണം. ഇത് എഗൈൻ എൻ്റെ മോൻ്റെ ബാഗിലിട്ട് കളർ പറ്റിയത് കാരണമാണ്. പുതിയ ബുക്കാണ് കേട്ടോ. ഇത് ഞാൻ മ്യൂസിക് അക്കാദമിയിൽ പോയപ്പം എനിക്ക് മ്യൂസിക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫറൻസിന് വേണ്ടി വാങ്ങിച്ച രാഗനിധി എന്ന് പറഞ്ഞിട്ടുള്ള, ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. സുബാറാവുൻ്റെ വോളിയമാണേ. ഇത് നല്ലതാണ് കേട്ടോ. കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പെന്നൊക്കെ വെച്ചിട്ടുണ്ട്. കിഡിലം ബുക്കാണ്. സാധാരണ ഞാൻ ഇങ്ങനെ വായിച്ചു വിടുന്ന ഒരാളാണ്, പക്ഷേ ഇത് ഞാൻ നിർത്തി വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ബുക്കാണ്. ഭഗവത്ഗീത എല്ലാ ദിവസവും രാവിലെ ഞാൻ വായിക്കുന്ന ബുക്കാണ്. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഇത് ജാപ്പനീസ് ഫിലോസഫിയാണ് കേട്ടോ. രസമാണ് വായിച്ചിരിക്കാനായിട്ടും ജീവിതത്തിലേക്ക് പകർത്താനായിട്ടും. നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കാണ് ജാപ്പനീസിൻ്റെ ഈ ഒരു ബുക്ക് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു, ഇതൊക്കെ ഹാബിറ്റ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. ഇത് വളരെ വലിയൊരു എന്താ പറയുക ഫിലോസഫിക്കലായിട്ടുള്ള ബുക്കാണ്. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഐ ഡോണ്ട് നോ വൈ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഇത് എൻ്റെ ഒരു ശേഖരണത്തിലുള്ളതല്ല, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇതുള്ളതാണ്. ഞാൻ ഇത് വായിച്ചിട്ടുമില്ല, എനിക്കറിയില്ല. എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ദ ലെതം തിയറി, മെൽ റോബിൻസ്. ദിസ് ഇസ് എ മസ്റ്റ് റീഡ് ബുക്കാണ്. എന്നെപ്പോലെയുള്ള ഇമോഷണൽ ഫൂൾസ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾ സെറ്റാവും, മക്കളെ സെറ്റാവും. ഞാൻ ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഈ ബുക്ക് എന്നെ കുറച്ചൊന്നും അല്ല എന്നെ സ്വാധീനിച്ചിരിക്കുന്നത്. ഇത് വായിച്ചോട് കൂടി എന്നെ
എനിക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിയ ബുക്കാണ് ഈ ഒരു ലെറ്റ് ദം തിയറി കേട്ടോ. സോ ഇതൊരു മസ്റ്റ് റീഡാണ്. മസ്റ്റ് റീഡ് ഇതുകൊണ്ട് പിന്നെ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്, സാത്വിക് റെവല്യൂഷൻ. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും വായിച്ചുകൊണ്ടായിരുന്നു മേടിച്ചുകൊണ്ട്. പിന്നെ ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതും കൂടെ, വേറൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ, ഇതൊക്കെ ഓക്കെ. എന്തായാലും ഇത് ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ് കേട്ടോ, ദ ലെറ്റ് ദം തിയറി. സോ ദിസ് ഇസ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനെ ഹീൽ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഞാനത് കണ്ടുടനെ ചാടി എടുത്താണ്, പക്ഷെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഗൈസ്. എനിക്ക് വായിക്കണം. എനിക്ക് അതിന് പറ്റിയൊരു മൂഡ് വരുമ്പോൾ ഞാൻ ഈ ബുക്ക് എടുക്കുന്നതായിരിക്കും. ഞാൻ എന്തിനാ ഇത് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒന്നും ഹീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് കൂടുതലൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്താണ്. എപ്പോഴെങ്കിലുമൊക്കെ വായിക്കാം, വായിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയുണ്ട്. ഇപ്പം ഇത് ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ ഞാൻ വായിക്കാത്ത ബുക്ക് ഏതായിരുന്നു, ഇതൊക്കെ ഞാൻ വായിച്ചിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അഭിപ്രായം കേട്ടോ. യെസ്, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളൊരു ബുക്കാണ് സൈമൺ സ്ക്വിബിൻ്റെ വാട്ട് ഈസ് യുവർ ഡ്രീം. ഇത് മസ്റ്റാണ് മക്കളെ, മസ്റ്റാണ്. ഡ്രീം കാണുന്നവർക്കും ഡ്രീമിൽ കൂടെ നമുക്ക് ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല നമ്മുടെ കാലെടുത്ത് വെക്കാൻ ഈ ഡ്രീമിലോട്ട്. അങ്ങനെയുള്ള ആൾക്കാർ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കൂടെ കൊണ്ട് നടക്കേണ്ട ബൈബിളാണ് വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് പറഞ്ഞ ബുക്ക്. നിങ്ങളെ ഡെഫിനറ്റ്ലി നിങ്ങളെ മുന്നോട്ട് ഒത്തിരി ദൂരം നയിക്കും ഗൈസ് കേട്ടോ. ഞാൻ മസ്റ്റായിട്ട് ഞാൻ പറയണം വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് കേട്ടോ, മാർക്ക് മാൻസൺ. ഇത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ദ സട്ടിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എ ഫക്ക് അല്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. നമ്മൾ എന്താണ് നമ്മൾ എന്ത് കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. സോ നൈസ് ബുക്ക്. ഇത് ഞാൻ ഒന്നും വായിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ഓടിച്ച് വായിച്ചൊരു ബുക്കാണ്. ദേഷ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് മേടിച്ച് വായിക്കുന്നത് നന്നായിരിക്കും, നൈസാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റോയിസിസം എന്നൊക്കെ പറയുന്ന പോലെ ജപ്പാൻകാരുടെ ഒരു നേരത്തെ നമ്മൾ കണ്ട അതുപോലത്തെ തന്നെ ഒരു ബുക്കാണ്. പക്ഷെ രസമായിട്ട് നമ്മുടെ ഹാബിറ്റിനെയൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ വേസിൽ ബെറ്റർ ആക്കാൻ പറ്റുന്നൊരു ബുക്കാണ് കേട്ടോ, നൈസാണ്. ഇനി എന്താണ് ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കളക്ഷനുള്ള ബുക്കാണ്. ഇത് സീക്രട്ട്. ഇത് നമ്മളെ വായിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇക്കിഗായും വായിക്കാത്ത ആരും കാണത്തില്ല. ഇക്കിഗായൊക്കെ വായിക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി വായിച്ചോണം കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്. എസ് ഹരീഷിൻ്റെ മീശ എന്താ പറയുക, ഒരു സോഷ്യൽ ആൻറ്റി ഫെമിനിസം ബുക്കായിട്ടൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോഴെനിക്ക് ഭയങ്കര ട്രിഗർ ആവുന്നുണ്ട് ഈ ബുക്ക്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബുക്കാണ്. ഇത് ചേട്ടൻ വായിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. ഇത് എനിക്ക് എപ്പോഴോ ഗിഫ്റ്റ് കിട്ടിയ ബുക്കാണ്. ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഇതെല്ലാം ചേട്ടൻ്റെ കളക്ഷൻസ് ആണ്. റോബിൻ ശർമ്മയുടെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. ഇതും വായിച്ചിട്ടില്ല. ഇത് കുറേ എണ്ണമൊക്കെ ചേട്ടൻ്റെ കളക്ഷൻസ് ആണ്. ഞാനായിട്ട് ഈ സംബന്ധിന് എനിക്കിഷ്ടമുള്ള സാധനം മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. സോ ഞാൻ ഓടിച്ച് എൻ്റെ ബുക്ക് വിശേഷങ്ങളൊക്കെ പങ്കിട്ടിട്ടുണ്ട്. ഹായ് ഗൗതം. ഇവിടെ കറണ്ട് പോയി ഞങ്ങളിങ്ങനെ വിയർത്തിരിക്കുകയായിരുന്നു. ഗൗതമിൻ്റെ ലൈബ്രറി കളക്ഷൻ ഇല്ലേ, അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഒന്ന് ഇതുപോലെ പറയാം കേട്ടോ. ഓക്കെ ആണോ? അതെ.